എൻ്റെ വീഡിയോ എടുക്കും. ഹായ് നമസ്കാരം, ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഞാൻ ഇത്ര സമയം പിടിച്ചത് നമ്മുടെ ഉള്ളിലേക്കുള്ള എൻട്രി, ഉള്ളിലേക്ക് കയറി വരുന്ന ഭാഗമാണ് ഞങ്ങൾ പിടിച്ചത്. ഇതാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലം. വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഇതന്നെയാണ് കാണാൻ ആൾക്കാർ ഇവിടെ വരുന്നത്. അടിപൊളി സ്ഥലമാണ്. എല്ലാ സ്ഥലങ്ങളിലും ബീച്ചല്ല, പാർക്കിനോടനുബന്ധിച്ചിട്ടായിരിക്കും എല്ലാ സ്ഥലങ്ങളും ഇവിടെ എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ ഡൽഹിക്കുള്ളത്. മൊത്തം കണ്ട ബീച്ച്, ചെടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ഇവിടെയുള്ള എല്ലാ പാർക്കുകളും. കണ്ടോ, ഇവിടുത്തെ ചെടികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒറിജിനൽ പ്ലാസ്റ്റിക് പൂവുകൾ പോലെ ഇങ്ങനെ വാടാതെ കൊഴിയാതെ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഇന്ത്യ ഗേറ്റിലേക്ക്, ഇതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ടൂറിന് പോകുന്ന ആർക്കും ഇത് വീഡിയോ എടുത്തിട്ട് കുറച്ച് അസൗകര്യം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഞാൻ തന്നെ എല്ലാ വീഡിയോസും ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പോൾ ചില വീഡിയോസുകൾ മാത്രം ചെറിയ ഹെൽപ്പ് കൊണ്ട് അത് എടുത്തിരുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, അവിടുത്തെ ഫ്ലവറാണ് ഏറ്റവും വലിയ എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലവറാണ്. കണ്ടോ, ഭയങ്കര രസമാണ്. ഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്ലവറിന് സമയം ഇതൊക്കെ കണ്ടാ, ഒന്നും പറയാനില്ല. ഇതൊക്കെ ഒരു തവണയെങ്കിലും ഡൽഹി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു തവണയെങ്കിലും എല്ലാവരും കണ്ടോ, ഫ്ലവർ കണ്ടോ, പ്ലാസ്റ്റിക് പൂ സെറ്റാക്കിയ പോലെയുണ്ട്. ഒരു തവണയെങ്കിലും ഡൽഹി വന്ന് കാണുക. വലിയ ചിലവൊന്നുമില്ല. കണ്ട ഫോട്ടോസ് കണ്ട, ഫ്ലവേഴ്സ് കണ്ട, ഭയങ്കര രസാ. അങ്ങൊരു പ്രതിമയുണ്ട്, എനിക്ക് തോന്നുന്നു ഇതാരതായിരിക്കുന്ന കേട്ടോ. ഫ്ലവർ കണ്ടോ, ഇതാ എവിടെ നോക്കിയാലും റോഡിൻ്റെ സൈഡിലാണെങ്കിലും എവിടെ നോക്കിയാലും ഈ ഫ്ലവറാണ് കാണുക. അതാണ് ഈ ഡൽഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഫ്ലവർ. കണ്ടോ, ഇതിലൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ ഇരിക്കുന്നത് കണ്ടോ. ഒരിക്കലും ഒരു ഒറിജിനൽ പൂവാണെന്ന് ആരും പറയില്ല. ഇതുണ്ടോ, ഇതൊക്കെ ഫ്ലവറാ. ഇതിൻ്റെ ബാക്ക് ഭാഗം, ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്ക് ഭാഗം, ബാക്ക് റൗണ്ട് അടിച്ച് ഡേറ്റ് തരുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 15-ാം തീയതി. നമ്മൾ ഇന്നാണ് രാത്രി 10:30 ട്രെയിനിന് നാട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ നമ്മളെ റൂമൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതാ നമ്മളെ റൂം. നമ്മൾ 3 പേരെ അതിൻ്റെ അകത്ത് കിടന്നത്. ഞാനും സീനിയും ജിജേച്ചിയും നമ്മൾ 3 ആളാണ് ഇതിൽ കിടന്നത്. എല്ലാം വലിച്ച് വരച്ചിട്ടിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാ ഡ്രസ്സും കോസ്റ്റ്യൂംസും എല്ലാം ഇതാ ഉള്ള വാരി വലിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ അടക്കി വെക്കണം. ഇതൊക്കെ സാധനങ്ങൾ വാങ്ങിയ ബാഗിൻ്റെ അകത്തുനിന്നൊക്കെ വലിച്ചിട്ട സാധനമാണ്. നമ്മൾ ഇന്നലെ രാത്രി കുറേയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ കുറച്ച് ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അടക്കി വെക്കണം. ഡ്രസ്സ് ഒക്കെ അടക്കി വെച്ച് സെറ്റാക്കണം. കുറേ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4-5 ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഏച്ചിമാർക്കും ഏച്ചീൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര പരാതിയായിരുന്നു, ഒന്നും കൊണ്ടു തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് അങ്ങനെ വാങ്ങി. കുറച്ച് സെറ്റ് ചൂരിദാർ വീട്ടിൽ നിന്ന് ഇടുന്ന ടൈപ്പ്, വീട്ടിൽ നിന്ന് പൂമ്പിടാൻ പറ്റിയ ടൈപ്പ് സെറ്റ്. വില കുറവുണ്ട്. ഞാൻ കുറച്ച് 3-4 ജീൻസിൻ്റെ ഷർട്ട് പോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങി. 4-5 കുർത്ത പോലത്തെ വാങ്ങി. അങ്ങനെയൊക്കെ വാങ്ങി. ശബ്ദമൊക്കെ പോയിട്ടുള്ളത് എല്ലാം പോയി. തണുത്ത വെള്ളവും പച്ചവെള്ളം കുടിച്ച് ശബ്ദമെല്ലാം പോയിട്ടുള്ളത്. ഇനി നമ്മളിന്ന് പോകുന്നത് രാജ്ഘട്ടിലാണ്. രാജ്ഘട്ടിലെ കുറച്ച് വിശേഷമായിട്ട് വരാം. ഇതാണ് മഹാത്മാഗാന്ധിൻ്റെ ശവകുടീരം. ഇതുണ്ടോ കടാവിളക്ക്, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ്. മാർബിൾ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഹെയർ പിന്നെ ഡൽഹിയിൽ വന്ന സമയത്ത് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നല്ല, ഫോട്ടോസോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അന്നേരം ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോഴല്ലേ ബ്ലോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ
എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കാണാമല്ലോ, കാണാൻ പറ്റുന്നവർക്കൊക്കെ കാണാമല്ലോ. കണ്ടോ, മഹാത്മാഗാന്ധി. ഫ്ലവർ ഉണ്ടോ? ഇതെന്താ ഫ്ലവർ? നമ്മുടെ നാട്ടിലാണെങ്കിൽ വെള്ളം ഒഴിച്ച് 6 മാസം വെള്ളം ഒഴിച്ചാലും നന്നാവൂല ഒരു ചെടികളും. ഇവിടുത്തെ കാലാവസ്ഥ ആയതുകൊണ്ടാണ്, എപ്പോഴും തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് എത്ര വെയിലിനും ഈ ഫ്ലവർ ഉണങ്ങാതിരിക്കുന്നത്. വേണ്ട ഫ്ലവർ. ഇതിപ്പം മഹാത്മാഗാന്ധിൻ്റെ ശവകുടീരം. ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഉണ്ടോ? ഭയങ്കര സ്ഥലമാപ്പാ, നമ്മൾ വിചാരിക്കും പോലെയല്ല, അടിപൊളി സ്ഥലമാണ്. ഇത് 2ാമത്തെ റെഡ് ഫോർട്ടാണ്. ഈ റെഡ് ഫോർട്ടിലാണ് റിപ്പബ്ലിക് ഡേക്ക് പിന്നെ പ്രൈം മിനിസ്റ്റർ കൊടി ഉയർത്താൻ വരുന്നത്. ഇത് കണ്ട, ഇതാണ് റെഡ് ഫോർട്ട്. നമ്മൾ ഇന്നലെ കണ്ടത് വേറെ റെഡ് ഫോർട്ടാണ്. ഇത് പ്രൈം മിനിസ്റ്റർ കൊടി ഉയർത്താനുള്ള ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഈ റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിൻ്റെ മുൻഭാഗമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇത് പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾക്കുള്ള ഒരുപാട് നടക്കാനുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്നിട്ട് നാളെ കാല് കുടയും. ഇത്രയും നടക്കാം. പിന്നെ അങ്ങോട്ട് ഒരുപാട് പോകാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ അത്രത്തോളം പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് റെഡ് ഫോർട്ട് തന്നെയാണ്, ഇത് റെഡ് ഫോർട്ട് തന്നെയാണ്. ഇവിടെയാണ് പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. പക്ഷെ ഉള്ളിലേക്ക് കൂടി പോയാൽ ഇവിടെ എത്തുക. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് പോകുന്നില്ല, ഒരുപാട് ടൈമായി. നമുക്കിനിയിപ്പോൾ കുറച്ച് പർച്ചേസ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴത്തെ രാത്രിത്തെ 10:30 മണിയുടെ ട്രെയിന് നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഇവിടത്തോടെ കൂടെ നമ്മളെ 10 ദിവസത്തെ യാത്ര അവസാനിച്ചു. ഓക്കേ, റെഡ് ഫോർട്ടിലെ രാത്രിയിലെ കാഴ്ചകളാണ്. ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. ഇത് കണ്ട, ഇത് 5-6 സ്കേർട്ടുകളുണ്ട്. വളരെ കുറവ് പൈസയാണ് സ്കേർട്ടിനെല്ലാം. അപ്പോൾ 150 രൂപ, 150 രൂപയേ ഉള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ വാങ്ങാണ്ടിരിക്കാൻ തോന്നിയില്ല. എൻ്റെ ചേച്ചീൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വെച്ച് വാങ്ങിയതാണ്. ഇതാണ് റെഡ് ഫോർട്ട് രാത്രി കാഴ്ചകൾ. ഇതോടെ നമ്മുടെ പർച്ചേസും കഴിഞ്ഞു. ടൂറിൻ്റെ ലാസ്റ്റ് സമയമാണ്. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളുണ്ടോ? ഇതുണ്ട്, ഇതാണ് റെഡ് ഫോർട്ടിൻ്റെ രാത്രി കാഴ്ചകൾ. അങ്ങനെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആളെ കണ്ടോ? ഇതാ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ്. ഫുൾ ടീംസ് കണ്ടോ? എല്ലാം നമ്മളെ ആൾക്കാരാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. എല്ലാം നമ്മുടെ ആൾക്കാരാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പം പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ 10:30 ആകുമ്പോൾ ട്രെയിന് വിടും. അപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി താഴേക്ക് പോകുന്നതായിരിക്കും. ഇപ്പം എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഏത് ഭാഗത്തേക്ക് എന്താണെന്നും അറിയാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ ഗുജറാത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ അവിടുത്തെ കയറിയതിന് ശേഷം ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ കാണുന്നതാ. ജോയ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ജോയ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എവിടത്തേക്കാ പോകുന്നതല്ല, എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവര് പോകുന്നുണ്ട്. ആ ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്തോ വാങ്ങണമെന്ന്, വെള്ളം എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 5 മിനിറ്റ് ടൈമേ ഉള്ളൂ സ്റ്റാർട്ടിങ്. അപ്പോൾ വേണ്ട ഗുജറാത്ത് ഞങ്ങൾ കയറിയിട്ട് ആദ്യമായിട്ട് കാണുന്ന സ്റ്റോപ്പാണ് ഗുജറാത്ത്. ഡൽഹിയിൽ നിന്ന് കയറിയിട്ട് ഇവിടെ ഒരു ചെറിയ വാവയുണ്ട്. ആ വാവ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈമും നമ്മളെല്ലാവരും വേറെ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റിലായിപ്പോയി. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വന്നു പോയതാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ കുഞ്ഞു വാവയുണ്ട്. കുഞ്ഞു വാവേനെ കാണിച്ചു തരാം. ഇതാ ജോയ് വരുന്നുണ്ട്. കുഞ്ഞു വാവേനൊക്കെ ഉണ്ടാ. ഇതാണ് കുഞ്ഞു വാവ.
ഇതിന്റെ കളിയൊക്കെ കാണാൻ നല്ല രസമാണ് കുഞ്ഞിന്റെ. നമ്മളങ്ങനെ ബോംബെയിലെത്തിയിട്ടുള്ളത്, ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ. എന്നാടാ കുറച്ച് ഉറങ്ങി നല്ലോണം. ഇന്നലെ രാത്രി ഉറക്കത്ര ശരിയായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോഴേക്കും ബോംബെയിലെത്തിയെന്ന് പറഞ്ഞു. ഇനി ഇവിടുന്ന് നാളെ ഒരു 11 മണിയാകുമ്പോഴേക്ക് കണ്ണൂരെത്തുന്ന പറയുന്നത്. അങ്ങനെ നമ്മൾ പൻവേൽ റെയിൽവേ സ്റ്റേഷൻ വിട്ട്, ബോംബെ പൻവേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്രെയിന് സ്റ്റോപ്പ് ചെയ്ത്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് വണ്ടി നിർത്തുന്നത്. അതാണ് പ്രത്യേകത. ഇനി അടുത്തത് എവിടെയാണെന്നറിയില്ല. അപ്പോൾ മംഗലാപുരം എത്തിയ ട്രെയിന് സ്റ്റേഷൻ ഇതാണ്. മംഗലാപുരം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇനി 2 മണിക്കൂർ വേണ്ടി വരും നമ്മളെ നാട്ടിലേക്ക്, കണ്ണൂരേക്ക്. അവിടെ കുറച്ച് ക്ലിയർ കുറവാ. പുറത്തേക്ക് എടുക്കുമ്പോൾ ക്ലിയർ കുറവാ. അപ്പോൾ നമ്മളെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മംഗലാപുരത്തേക്ക് എത്തി തുടങ്ങി. പിന്നെ അവിടെ 2 മണിക്കൂർ, 12 മണിയാണ് നാട്ടിലെ ടൈം. കണ്ണൂരെത്താനായി. ഇതാ നമ്മളിങ്ങനെ ലഗേജെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഗേജെല്ലാം സെറ്റാക്കി ഇറങ്ങേണ്ട ഭാഗത്തിലുള്ളത്. അപ്പോൾ എൻ്റെ കുറച്ച് 2 പാക്കറ്റ് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലുള്ളത്. എൻ്റെ ഫ്രണ്ട് സീനേൻ്റെ അവരുടെ കയ്യിലാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ അവർ അത് ഇറക്കും. ഇതിപ്പോൾ എൻ്റെ അടുക്ക 2 ലഗേജ്, എൻ്റെ 2 ലഗേജാണ് ഉള്ളത്. പിന്നെ ബാക്കി എല്ലാവരും ലഗേജും ഉണ്ട്. എൻ്റെ 2 ലഗേജ്, എൻ്റെ 3 ലഗേജ്, 1, 2, 3. ഇത് ചെറിയ ബാഗാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബാഗൊക്കെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലാണ്. അവരത് എടുത്തിറക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 10 ദിവസത്തെ യാത്രയും കഴിഞ്ഞു എത്തി. ഓക്കെ. ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും പിടിക്കാനൊന്നും പറ്റില്ല. ട്രെയിനിൽ ഇറങ്ങി ഓടലായിരിക്കും ഡ്രസ്സും ലഗേജൊക്കെ ആയിട്ട്. ഓക്കെ, ബൈ ബൈ. എൻ്റെ 10 ദിവസത്തെ യാത്രയുടെ വീഡിയോസാണ് ഞാൻ ഇത്ര ദിവസവും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത യാത്രയിലെ വീഡിയോ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.